2008 മുംബൈ സ്ഫോടനം ഉൾപ്പെടെ കശ്മീരിലെ നിരവധി ആക്രമണങ്ങളുടെ സൂത്രധാരനായ ലഷ്കർ ഇ തൊയ്ബ ഭീകര സംഘടനയുടെ നേതാവ് സെയ്ദ് ഹാഫിസ് പാകിസ്ഥാനിൽ ഒളിവിൽ കഴിയുന്ന ഇയാളുടെ ഒളിത്താവളം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ സർക്കാരിന്റെ പിന്തുണയുള്ള ശക്തമായ സുരക്ഷാ വലയത്തിനുള്ളിലാണ് ഇയാൾ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന വിവരങ്ങൾ ലഭിക്കുന്നത്. പാകിസ്ഥാൻ തീവ്രവാദികളുടെ രാജ്യമെന്നാണ് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ ഭീകരാക്രമണങ്ങൾ നടത്തുന്നത് പാകിസ്ഥാൻ ഒരു ശീലമാക്കിയിരിക്കുന്നു. ഇതിനു പുറമെ തീവ്രവാദികളെ പാകിസ്ഥാൻ സർക്കാർ നേരിട്ട് പിന്തുണയ്ക്കുകയും പരിശീലനം നൽകുകയും ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാനാകട്ടെ കശ്മീർ പ്രശ്നം ഉപയോഗിച്ച് ഇന്ത്യയെ തീവ്രവാദികളെ കൊണ്ട് കളങ്കപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 22-നാണ് കശ്മീരിലെ പഹൽഗാം വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരർ നടത്തിയ വെടിവെപ്പിൽ 26 പേർ കൊല്ലപ്പെട്ടത്. ഇന്ത്യ ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ഏത് നിമിഷവും ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാൻ ആക്രമണം പ്രതീക്ഷിച്ചാണിരിക്കുന്നത്. ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. ലഷ്കർ ഇ തൊയ്ബ സംഘടനയുടെ അനുബന്ധ സ്ഥാപനമാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്, LET എന്നും ഇവർ അറിയപ്പെടുന്നു. ലഷ്കർ ഇ തൊയ്ബയുടെ നേതാവാണ് ഹാഫിസ് സെയ്ദ്. ഇയാൾ ഇന്ത്യക്കെതിരെ വിവിധ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ കശ്മീർ ആക്രമണവും ലഷ്കർ ഇ തൊയ്ബ സംഘടനയുടെ അനുബന്ധ സ്ഥാപനമാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് ലഷ്കർ ഇ തൊയ്ബ സംഘടനയുടെ നേതാക്കൾക്കും ഈ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ പറഞ്ഞത്. ഇതിൽ ഹാഫിസ് സെയ്ദിനും പ്രധാന പങ്കുണ്ടെന്ന് പറയപ്പെടുന്നു. പഹൽഗാം ആക്രമണത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ ലഷ്കർ ഇ തൊയ്ബയിലെ ഫാറൂഖ് അഹമ്മദാണെന്ന് NIA-യുടെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. പാക് അധിനിവേശ കാശ്മീരിൽ നിന്നാണ് അയാളിപ്പോൾ ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തുന്നത്. സ്ലീപ്പർ സെൽ ഇന്ത്യക്കെതിരെ പ്രത്യേകിച്ച് അവിടെ നിന്ന് സജീവമായി ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ ലഷ്കർ ഇ തൊയ്ബ നേതാവ് ഹാഫിസ് സെയ്ദ് പാകിസ്ഥാനിൽ തന്നെ തുടരുന്നുവെന്നാണ് വിവരം. പാകിസ്ഥാൻ അദ്ദേഹത്തെ ഇന്ത്യക്ക് കൈമാറാൻ വിസമ്മതിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഹാഫിസ് സെയ്ദിന്റെ പാകിസ്ഥാനിലെ സംവേദനാത്മകമായ വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ഇതിനർത്ഥം ഹാഫിസ് സെയ്ദ് നിലവിൽ പാകിസ്ഥാനിലെ ലാഹോറിലുണ്ടെന്നാണ് സ്ഥിരീകരിക്കുന്നത്. പാകിസ്ഥാൻ സർക്കാരിന്റെ സംരക്ഷണയിൽ അദ്ദേഹത്തെ അവിടെ വളരെ സുരക്ഷിതമായിട്ടാണ് പാർപ്പിച്ചിരിക്കുന്നതും. സാധാരണക്കാർ താമസിക്കുന്ന ഒരു പ്രദേശത്തിന്റെ മധ്യത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്. 24 മണിക്കൂറും അദ്ദേഹത്തിന് സുരക്ഷ നൽകിയിട്ടുണ്ട്. ആഡംബര ജീവിതമാണ് അയാൾ നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീടിനടുത്ത് ഒരു പ്രത്യേക പാർക്കും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഒരു പള്ളിയും മദ്രസയും നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ത്യ ടുഡേ വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. പക്ഷേ പാകിസ്ഥാന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ ഹാഫിസ് സെയ്ദ് ജയിലിലാണ്. ഭീകരവാദത്തിന് ധനസഹായം നൽകിയെന്ന കുറ്റത്തിനാണ് അയാൾ ജയിലിലായതെന്ന് പറയപ്പെടുന്നു. ഇതന്വേഷിക്കുന്നതിനിടെയാണ് ഹാഫിസ് സെയ്ദിന്റെ അടുത്ത കൂട്ടാളിയായ അബു ഖത്തൽ കഴിഞ്ഞ മാസം കൊല്ലപ്പെട്ടത്. ഹാഫിസ് സെയ്ദിന്റെ വീട് ഒരു ജയിലാക്കി മാറ്റുന്നു എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്.